ഇറാൻ അമേരിക്ക യുദ്ധത്തിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു സംഭവമാണ് ഡ്രോൺ മിസൈലുകൾ. അതായത് ഷാഹിദ് ഡ്രോൺ മിസൈലുകൾ. എന്നും നമ്മൾ അത് ചർച്ച ചെയ്തിരുന്നു. അതിനു മുന്നേ നമ്മൾ ഒരുപാട് യുദ്ധങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. അന്നൊന്നും കേൾക്കാത്ത കാണാത്ത ഒരു വിഷയം, അതായത് ഷാഹിദ് ഡ്രോൺസ്. അപ്പോൾ ഞാനും ഇത് എന്താണെന്ന് വളരെയധികം ശ്രദ്ധിച്ചു. അപ്പോൾ ഈ ഡ്രോൺ എന്ന് പറയുന്നത്, ഈ ഡ്രോണിൽ ഫിറ്റ് ചെയ്ത് വെച്ച മിസൈലാണ്. ആ നിർദ്ദേശിച്ച സ്ഥലത്ത് കൊണ്ടുപോയി അത് ഡെലിവർ ചെയ്യുന്നു. അത് അവിടെ വെച്ച് പൊട്ടി ആ ദൗത്യം പൂർണ്ണമാക്കുന്നു. ഇതിൻ്റെ സയൻസ് സത്യത്തിൽ ഗൂഗിള് അല്ലെങ്കിൽ യാഹൂ തുടങ്ങിയ എല്ലാവരും ഇത് മിസൈലല്ലാതെ വേറൊരു തരത്തിൽ ഇത് ഉപയോഗിക്കാൻ കുറേ കാലങ്ങളായിട്ട് പരിശ്രമിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് ഇന്ത്യയിലെ നാമൻ ബുഷ് എന്ന് പറയുന്ന ഇന്ത്യക്കാരൻ ഈ ഡ്രോൺ ഡെലിവറി, അതായത് മിസൈലല്ല, അപ്പോൾ ഈ മിസൈൽ ചിന്തിച്ചിട്ടില്ല ആ സമയത്ത്, ഡ്രോൺ ഡെലിവറി എന്ന ഒരു ഐഡിയ കൊണ്ടുവരുന്നത്. അദ്ദേഹം ഉദ്ദേശിച്ചത് ഒരു സാധനം ഇവിടെ നിന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ഡെലിവറി നടത്തുന്നു. പ്രത്യേകിച്ച് നല്ല തിരക്കുള്ള സിറ്റികളിലൊക്കെ ഇത് വളരെയധികം ഉപകാരം ചെയ്യുന്ന ഒരു സംഭവമാണ്. അത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മളിപ്പോൾ ഈ ഡ്രോൺസ് ഇവിടെ അധികം കാണുന്നത്, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ ഷൂട്ടിങ്ങുകളൊക്കെ, പ്രത്യേകിച്ച് മാരേജ് ഷൂട്ടിങ്, അവിടെ ഡ്രോൺ ഷൂട്ടിങ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കാർഷിക മേഖലയിൽ ഈ കീടനാശിനികൾ പ്രയോഗിക്കാൻ വേണ്ടി ഡ്രോണുകൾ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ തുടങ്ങി വയ്ക്കാനുള്ള ആ മൂവ്മെൻറ്റിൻ്റെ പ്രധാന ആൾ ഈ പറയുന്ന നാമൻ ബുഷാണ്. അദ്ദേഹം ഒരു കമ്പനി അന്ന് രൂപീകരിച്ചിരുന്നു, എയർ ബൗണ്ട് എന്ന് പറഞ്ഞിട്ട്. ഈ ഡ്രോൺ ഡെലിവറിയുമായി ബന്ധപ്പെട്ടിട്ട് അത് ടെക്നിക്കലി ഫിസിക്സ് അതിൽ ശരിയായി പഠിച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് ഈ ഡെലിവറി ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് എന്ത് സാധനവും പെട്ടെന്ന് കൊണ്ടു കൊടുക്കുന്നൊരു സംഭവമാണ്. ഇപ്പോഴും കേരളത്തിലൊക്കെ അത് ഉപയോഗിക്കുന്നുണ്ടോ ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇത് നല്ല മെട്രോപൊളിറ്റൻ സിറ്റികളിലാണ് ഇത് കാര്യമായിട്ട് ഇത് നടക്കുന്നത്. ഇത് കൊച്ചിയിലൊക്കെ എന്നോ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. കാരണം ഒരു മെട്രോപൊളിറ്റൻ സിറ്റി തന്നെയാണ് കൊച്ചി. ബാംഗ്ലൂരൊക്കെയാണ് ഇത് വളരെയധികം സക്സസ്. ഇദ്ദേഹം ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കണ്ടുപിടിച്ച എന്ന് തന്നെ പറയാം. അദ്ദേഹവും ആന്ധ്ര സർക്കാരും തമ്മിൽ ഇപ്പോൾ ഒരു ജോയിൻറ്റ് വെഞ്ചറായിട്ട് എവ്രി ഡേ 10,000 മോർ ഡ്രോൺ ഡെലിവറിക്കുള്ള ആ സെറ്റപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ടെക്നോളജിയിലെ പ്രാധാന്യം എന്ന് വെച്ചാൽ ഈ യാഹൂവിനും ഗൂഗിളിനൊന്നും പറ്റാത്ത സംഭവം എന്താ വെച്ചെങ്കിൽ, അവർ ഇപ്പോൾ ഒരു 50 ഗ്രാമിൻ്റെ അല്ലെങ്കിൽ ഒരു 100 ഗ്രാമിൻ്റെ അല്ലെങ്കിൽ ഒരു 300 ഗ്രാമിൻ്റെ ഒരു ഡെലിവറിയിൽ ഉണ്ടാവുള്ളൂ എപ്പോഴും. അധികവും ചെറിയ ചെറിയ സാധനങ്ങൾ. ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ഭക്ഷണത്തെക്കാട്ടിയും മരുന്നാണ്. ഈ മരുന്നാണ് പെട്ടെന്ന് എത്തിക്കേണ്ടത്. ഈ മരുന്നൊന്നും കാര്യമായി വെയിറ്റ് കാണില്ല. 50 ഗ്രാമോ 100 ഗ്രാമോ 200 ഗ്രാമോ ചെറിയ വെയിറ്റുള്ളത്. അപ്പോൾ ഇവർ പരീക്ഷിച്ച സമയങ്ങളിലൊക്കെ വെയിറ്റ് കൂടിയ ഡ്രോണുകൾ, അതായത് 500 കിലോ 1000 കിലോ ഒക്കെ വലുപ്പമുള്ള ഡ്രോണുകൾ, അതിൽ ഈ 50 ഗ്രാം, അത് വളരെയധികം പ്രോബ്ലം തന്നെയായിരുന്നു അതിൻ്റെ എക്സ്പെൻസും കാര്യങ്ങളൊന്നും. അപ്പോഴാണ് ഈ നമ്മുടെ നാമൻ ബുഷ് അതിലൊരു സൊല്യൂഷൻ കാണുന്നത്. അതായത് ഇപ്പോൾ 50 ഗ്രാം 100 ഗ്രാം 300 ഗ്രാം ഒക്കെ ഉള്ള ഇത്രയും വെയിറ്റ് കുറഞ്ഞ സാധനങ്ങൾക്ക് വെയിറ്റ് കുറഞ്ഞ ഡ്രോണുകൾ ഉണ്ടാക്കുക. അപ്പോൾ അത് ഉണ്ടാക്കാൻ ചിലവും കുറയും. അങ്ങനെ വെയിറ്റ് കുറഞ്ഞ ഡ്രോണുകൾ ഉണ്ടാക്കി വളരെ സക്സസ് ആയിട്ട് ഇപ്പോൾ ബാംഗ്ലൂർ, ഹൈദരാബാദ് ഇങ്ങനെയുള്ള സിറ്റികളിലൊക്കെ അത്
വളരെ ഫാസ്റ്റായിട്ട് അതങ്ങനെ സ്പ്രെഡായി. ഇത് കേരളത്തിലും വേണം. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ സൊമാറ്റോ, സ്വിഗ്ഗിയൊക്കെ ഇല്ലേ, നമ്മൾ വീട്ടിലിരുന്ന് ഭക്ഷണം ഓർഡർ ചെയ്യുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, തിരക്കുള്ള സിറ്റികളിലാണ് ഈ ഫുഡ് അധികം ഡെലിവറി നടക്കുന്നത്. അത് അവിടെ ഓർഡർ ചെയ്യുമ്പോൾ ആ ഷോപ്പിലുള്ളവർക്ക് തന്നെ ഒരു 10-30 ഡ്രോണുകൾ അവിടെ അവരുടേതായിട്ട് വേണം. അതിൽ ഇത് വെച്ച് ഇതൊക്കെ ഫീഡ് ചെയ്ത് ഗൂഗിളിലെ ലൊക്കേഷൻ അതിലങ്ങോട്ട് ഫീഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡ്രോൺ പൊന്തി പോകുന്നു, ആ ലൊക്കേഷനിൽ അത് കൊണ്ടു കൊടുക്കുന്നു. എത്ര എളുപ്പമായ പരിപാടിയാണ് അറിയും. അപ്പോൾ നമ്മൾ AI യുഗം വരുന്നതിന് മുന്നേ തന്നെ ഇതിവിടെ വർക്കിംഗ് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്ന ഒരു സംഭവം എന്തെന്ന് വെച്ചാൽ, ഈ ഷാഹിദ് ഡ്രോൺ, അതായത് മിസൈൽ ഉണ്ടാക്കിയിട്ട് ഡ്രോണിൽ കെട്ടിവെച്ചിട്ട് അല്ലെങ്കിൽ ഫിറ്റ് ചെയ്തിട്ട് അത് ഉദ്ദേശിക്കുന്ന ലൊക്കേഷനിൽ ഫീഡ് ചെയ്ത് ആ ഡ്രോൺ അങ്ങോട്ട് പോകുന്നു. കുറച്ച് ദൂരം കൂടുതൽ പോകേണ്ട തരത്തിലായിരിക്കും ആ ഡ്രോൺ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ മിസൈൽ ഡ്രോൺസ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. അത്രയ്ക്കും ഇറാനൊന്നും ആയിരിക്കില്ല, അതിൻ്റെ ബാക്കിൽ ആരോ ഉണ്ട് എന്നുള്ളത് യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ആരുണ്ടായിക്കോട്ടെ, ഇത് ആർക്കും ഫിസിക്സ് എന്ന ആ സയൻസ് ഉപയോഗിച്ച്, ഫിസിക്സിൽ ആ ശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് ഇത് ഡെവലപ്പ് ചെയ്യാൻ ആർക്കും പറ്റും. ഇന്ത്യ അത് ഇപ്പോൾ ആന്ധ്ര ഗവൺമെൻറ് മുന്നോട്ട് വന്നിട്ടുണ്ട്. അത് വളരെ വലിയ തോതിൽ അത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇവിടെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് വളരെ ശാശ്വതമായ പരിഹാരമുണ്ടാവും. സെയിം ടൈം ഈ യുദ്ധങ്ങളും ഇങ്ങനത്തെ പ്രശ്നങ്ങളും കൂടി നിൽക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ അയൽ രാജ്യങ്ങൾ നമ്മൾക്കെതിരെ വളരെയധികം ശക്തമായ പലതരം ആക്രമണങ്ങൾക്കുമൊക്കെ തയ്യാറെടുക്കുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ആളുകളെ പറഞ്ഞയക്കാതെ ഇത്തരത്തിലുള്ള ഡ്രോൺ മിസൈലുകൾ ധാരാളം ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കി നമുക്ക് കൂടുതൽ ജാഗ്രതയോടെ സമാധാനത്തോടെ ഇന്ത്യൻ ജനതയ്ക്ക് ഇവിടെ ജീവിക്കാനും പറ്റും. അപ്പോൾ ഈ നിത്യജീവിതത്തിൽ ഒരു വലിയ സംഭവമായിട്ട് തന്നെ ഈ ഡ്രോണുകൾ മാറും വരും ദിനങ്ങളിൽ എന്നതിന് സംശയം വേണ്ട.